ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൈകുന്നേരമായപ്പോൾ ഭയങ്കര വിശപ്പ്. അങ്ങനെ ചായയും സോൻ പപ്പടിയും മിച്ചറൊക്കെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ നല്ല സോഫ്റ്റ് ക്രീം ബണ്ണും ഉണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടും വിശപ്പ് മാറിയിട്ടില്ല. എന്നാൽ പിന്നെ ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡ് പുറത്തുനിന്നാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിങ്കര മജ്ലിസ് മന്ദിരാണ് കേട്ടോ. ഹൈവേയുടെ സൈഡിൽ മൂന്നെല്ലിൻമൂട് പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് ലൊക്കേഷൻ. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങിയിട്ട് 1 വർഷത്തിനകത്തായിട്ടുള്ളൂ. ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നേരെ മുതലാളി എടുത്ത് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ചിക്കനിലും ബീഫിലുള്ള പലതരം വെറൈറ്റി ഓഫ് അൽഫാംസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു. ലെബനീസ് ചിക്കനും പെരിപ്പെരി അൽഫാമും നല്ല മൂവിങ് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. പെരിപ്പെരി ചിക്കൻ ഞാൻ പലതവണ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണെങ്കിൽ എനിക്ക് നല്ല എരിവുള്ള എന്തെങ്കിലും കഴിക്കാനുള്ള മൂഡാണ്. എന്നാൽ പിന്നെ പെരിപ്പെരി അൽഫാം ഒരു ക്വാർട്ടർ എടുക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ലോഡ് വറ്റൽ മുളകൊക്കെ ഇട്ട് ഗ്രില്ല് എടുത്ത പെരിപ്പെരി ചിക്കൻ അൽഫാമാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. എവിടെ ചിക്കൻ കഴിക്കാൻ പോയാലും ഞാൻ ചെസ് പീസ് ചോദിച്ചു വാങ്ങാറുണ്ട്. ഇവിടെ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. പെരിപ്പെരി ചിക്കൻ അൽഫാം ക്വാർട്ടറിന് 180 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. കൂടെ മിനി ചട്നിയും മയോണൈസും സലാഡും പിന്നെ ഒരു കുബൂസും കൂടെ വരുന്നുണ്ട്. കുബൂസ് അല്ലെങ്കിൽ പൊറോട്ട. ഈ പെരിപ്പെരി അൽഫാമിൻ്റെ കൂടെ മയോണൈസും അതുപോലെ തന്നെ മിനി ചട്നിയൊക്കെ മുക്കി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്, ഭയങ്കര ടേസ്റ്റ്. ആദ്യം തുടക്കത്തിലൊന്നും എനിക്ക് ഇതിൻ്റെ എരിവൊന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ പകുതി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്ന് കത്താൻ തുടങ്ങി കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഓവറായിട്ടുള്ള സ്പൈസി ഒന്നുമല്ല, നമുക്ക് മടുപ്പ് തോന്നിക്കുന്ന ഒരു എരിവൊന്നുമല്ല. കുറച്ച് നേരം ഒരു പോച്ചിലുണ്ടാവും, പക്ഷെ അത് മാറിക്കോളും. അതുകൊണ്ട് തന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഞാനൊരു ലൈമും കൂടെ പറഞ്ഞു. ഞാൻ എവിടെ ലൈം ഓടിക്കാൻ പോയാലും ഓർഡർ ചെയ്യുന്നത് നല്ല തണുപ്പും നല്ല മധുരമൊക്കെ ഉള്ള എൻ്റെ ഫേവറേറ്റ് മിൻറ്റ് ലൈമാണ് കേട്ടോ. ഇതുപോലെ നല്ല എരിവുള്ള സാധനങ്ങൾ കഴിച്ചതിന് ശേഷം നല്ല തണുത്ത റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മിൻറ്റ് ലൈമും കൂടെ കുടിച്ചാലുണ്ടല്ലോ, എൻ്റെ ഗായ്സ് അതൊരു രക്ഷയില്ലാത്തൊരു ഫീലാണ്. ആർക്കും വേണ്ടത് ടൊമാറ്റോ സോസൊക്കെ ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. നമ്മളത് എടുത്ത് കഴിച്ചില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യില്ലേ. അതുകൊണ്ട് അതും കുറച്ച് പിഴിഞ്ഞങ്ങെടുത്തു. അൽഫാമിൻ്റെ ഒപ്പം ഒരു കുബൂസും അതിന് പുറമെ 3 പൊറോട്ടയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവൊക്കെ നല്ല ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം എനിക്ക് എരിവ് തോന്നാതിരുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ചതച്ച മുളകൊക്കെ എടുത്ത് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു. അങ്ങനെ എരിവ് മാറാൻ വേണ്ടി 3 പൊറോട്ടയും ലൈമും കഴിച്ചിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് വിട്ടു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നാളെ ഇനി പൊന്മുടിയിലേക്കും അടുത്ത ആഴ്ച മൂന്നാറേക്കും പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.